തനിക്കെന്താ എന്നെ എന്നെ ശ്വാസം പിടിച്ച് കൊല്ലാനായിരുന്നു പ്ലാൻ? പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ ബേബി ഇങ്ങനെ ക്യൂട്ടായിരുന്നു. ആ എന്നെ 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 വീട്ടിൽ കൊണ്ടുപോയാക്ക്. അതെന്താ, നമ്മൾ ഷോപ്പിൽ പോയില്ലല്ലോ അതിന്? നീ നാളെ പൊയ്ക്കോളാം. എന്തായാലും ഇന്ന് തൻ്റെ ഒപ്പം ഒരു സ്ഥലത്തേക്കും ഞാനില്ല. അത് ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റില്ലേ? ബേബി നീ ഒന്ന് കൂളാവ്. അത് ഞാൻ ഈ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ചായ നിങ്ങളെന്തീ കാണിച്ചു കൂട്ടുന്നേ? ചെറുതായിട്ട് കട്ട് ചെയ്യ്. ദേ നോക്കേ, ഇത് മതിയാ? ആ അങ്ങനെ തന്നെ. ആ ഞാനിപ്പോഴും ഓർത്തെ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ടീന അവളെന്നാ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞേ? അവളെന്ത് പറയാൻ, മാരേജിന്റെ അന്ന് എത്തോളൂ എന്ന് അവള് പറഞ്ഞേ. അതെന്താ ഇത്രയ്ക്ക് മല മറിക്കാനുള്ള പണി അവൾക്ക് എന്താ അവിടെ ഉള്ളത്? അതെ ചായ, നീ ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ വഴിയിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അവൾ അവിടെ എന്താ ചെയ്തു കൂട്ടുന്നെന്ന്. ചായ, എന്തായാലും അവള് വരുന്നുണ്ടല്ലോ. അവൾ അടുത്ത് വിരിച്ചിരുത്തി ഒന്ന് സംസാരിച്ച് നോക്ക്. ഇങ്ങനെ പോയാൽ അത് അവളുടെ ഭാവിക്ക് തന്നെ പ്രശ്നം. പറഞ്ഞ അവള് മനസ്സിലാക്കുമല്ലോ. ഇപ്പൊ മനസ്സിലാക്കും. അവളല്ലേ കുട്ടിയായിരുന്നെങ്കിൽ തല്ലി മനസ്സിലാക്കിപ്പിക്കായിരുന്നു. ഇത് പന പോലെ വളർന്നിരിക്കുവല്ലേ. എന്തായാലും പറഞ്ഞു നോക്കാം. എടോ, ഇത് ഇന്നെങ്ങാനും സ്റ്റാർട്ട് ആവോ? ബേബി നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ നോക്കട്ടെ. ഇത് കുറെ നേരമായല്ലോ താൻ പറയുന്നു. മര്യാദക്ക് വണ്ടി ഓടിച്ചിരുന്ന എങ്ങനെയൊക്കെ പറ്റുമായിരുന്നോ? മമ്മി പറഞ്ഞോണ്ട് മാത്ര, അല്ലെങ്കിൽ ഞാൻ മിയാനെ വിളിച്ച് പോയേനെ. ഓ അവസാനം സ്റ്റാർട്ടായി. ബേബി അന്ന് നമുക്ക് പോയാലോ? ഞാനൊന്ന് പോട്ടെ. പെട്ടെന്ന് അവൻ അവളുടെ കൈ കയറി പിടിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഒരു ഗുഡ് ബൈ കിസ്സൊക്കെ ആകാം. ഒരെണ്ണം കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെയായിട്ട് മാറിയില്ല. അപ്പോഴാണ് വേറെ ഒന്നും. എന്താ ബേബി, എന്താ നീ നിന്റെ കുഞ്ഞു തലയിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ? അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചപ്പോഴാണ് അവൾ അവന്റെ കൈകൾ ശ്രദ്ധിക്കുന്നത്. ഇത് ഇത് ജസ്റ്റ് ജസ്റ്റ് നിന്റെ കൈക്ക് എന്ത് പറ്റി? ഇതെന്താ ഇങ്ങനെ ബ്ലഡൊക്കെ വരുന്നേ? നീ ബേബി അതൊന്നുമില്ല. ഞാൻ കണ്ടതല്ലേ, കാണിച്ച് ഞാൻ നോക്കട്ടെ. എന്താ പറ്റിയേ? കുറച്ചു മുമ്പ് ആക്സിഡന്റ് ആയില്ലേ, അപ്പൊ സംഭവിച്ച. നീ പേടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, അധികം മുറിവൊന്നുമില്ല, പെട്ടെന്ന് മാറിക്കോളും. ജസ്റ്റ് നീ എന്താ പറയാതിരുന്നേ? ഇത്ര നേരം ബ്ലഡ് ഇങ്ങനെ വന്നിട്ട്, പക്ഷെ ഞാനെന്താ കാണാതിരുന്നേ? ബേബി അതിനധികം വലിയ മുറിവൊന്നും അല്ല, ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. നീ പേടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ കണ്ടില്ലേ? കൈ കാണിച്ചേ. അല്ല, ഈ വണ്ടിയിലെ ഫസ്റ്റ് എയ്ഡ് എവിടെ ഇരിക്കുന്നേ? അങ്ങനെ അവൾ അവന്റെ കൈ ഡ്രസ്സ് ചെയ്യുന്നു. നിനക്ക് പെയിൻ എടുക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. നിനക്ക് എന്നോട് നേരത്തെ പറയാറുന്നില്ലേ? ഇതേ നോക്കി ഇപ്പൊ എന്തോരം ബ്ലഡ് പോയി. നീ എന്തെന്നോട് പറയാതിരുന്നേ? ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചതും ഇല്ല. നിന്നോട് പറഞ്ഞല്ലോ നേരെ നോക്കി വണ്ടി ഓടിക്കണമെന്ന്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെ? അതുകൊണ്ടല്ലേ ഇപ്പൊ എങ്ങനെ സംഭവിച്ചേ? ബേബി അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്നെ നോക്കി. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അപ്പൊ എന്താ ചെയ്തേനെ? ആ എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ എന്നോട് സ്നേഹം ഉണ്ടല്ലേ? അത് ഞാൻ പോവാ. അങ്ങനെ പെട്ടെന്ന് പോയാൽ അങ്ങനെ ശരിയാവും? ഇവളെന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എത്ര നേരമായിട്ട് ട്രൈ ചെയ്യുക. എന്തായി, അവള് ഫോൺ എടുത്തോ? ഇല്ല, ഇന്ന് സ്വന്തം സിസ്റ്ററിന്റെ മാരേജാ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അവൾക്ക് അവളുടെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു കുഴപ്പമില്ല, സ്വന്തം കാര്യങ്ങൾ മാത്രം. ശരിയാ, എത്ര നേരം എന്ന് വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനാ?
വരുമ്പോ വരട്ടെ. മോള് റെഡിയായോ? എന്നാ നമുക്കങ്ങ് ഇറങ്ങാം. സമയം കുറെ ആയില്ലേ? ആ ചായ. അങ്ങനെ എല്ലാവരും ചർച്ചിലേക്ക് പോകാനായി ഇറങ്ങുന്നു. ടയ ഒരു കാറിൽ കയറുന്നു. ജോൺ കയറാനായി പോകുമ്പോഴേക്കും ജെനി പിറകെ നിന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും ടയ കയറിയ കാർ അവിടെ നിന്ന് പോകും. എന്താ ജെനി, എന്തിനു നീ എന്നെ വിളിച്ച്? അത് ടീന വിളിച്ചായിരുന്നു. അവൾ ഈവനിങ് വരുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതൊക്കെ? അവൾക്ക് അവളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് എന്താ കുഴപ്പം? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ സമയം വെറുതെ പോകാൻ മാത്രം. നമുക്കെന്ന് ഇറങ്ങാം. ജോണും ജെനിയും വന്ന് നോക്കിയപ്പോൾ ടയ കയറിയ കാർ കാണുന്നില്ല. ഓ, മോള് കയറിയ കാറ് പോയല്ലോ. സാരമില്ല ചായ, നമുക്ക് ഇതിൽ കയറാം. അങ്ങനെ അവർ ചർച്ചിലേക്ക് പോകുന്നു. നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അത് ഞാൻ പറഞ്ഞു തന്നാ മതിയോ? ടീന? അത് ടീന തന്നെ. ടീന, അപ്പൊ നീയാണോ ഇതിനൊക്കെ പിന്നിൽ? എന്തിനാ? ഇന്നെന്റെ മാരേജ് അല്ലേ? അവരൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. അതെ, ഇന്ന് മാരേജാ. പക്ഷെ നിന്റെ അല്ല, എന്റെ. ടീന, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ജസ്റ്റിൻ, അവൻ എനിക്ക് വേണം. അവൻ എൻ്റെ മാത്രം. ടീന, നീ എന്തൊക്കെയാ പറയുന്നേ? ഇന്ന് ഞാൻ അവനെ സ്വന്താക്കും. നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഒരാൾക്കും ഒരു കുഞ്ഞിനെ പോലും ഒരു സംശയം ഉണ്ടാവില്ല. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇത് തീരുമാനിച്ച കാര്യം. മാരേജ് പ്രപ്പോസലായിട്ട് അവൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം. അവൻ എൻ്റെ മാത്രമായിരിക്കുമെന്ന്. അവൻ്റെ ഹോട്ട്നെസ് എല്ലാം എനിക്ക് മാത്രമായിരിക്കുമെന്ന്. സമയമല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ചർച്ചിലെത്തണം. പിന്നെ നിങ്ങളോടായി. ഇവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാതെ നിങ്ങൾ നോക്കിക്കോണം. അത് ഞങ്ങൾ നോക്കിക്കോളാം മാഡം. മേഡം സമയം കളയാതെ ചർച്ചിലെത്താൻ നോക്ക്. ടീന അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും വളരെ ടെൻഷനിലാണ്. കാരണം ടയ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. ഈ ചായ എന്തായി? മോളെ കിട്ടിയോ? കുറെ തവണയായി ഞാൻ ട്രൈ ചെയ്യുന്നു. മോള് ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവർക്ക് ഇനി വഴി മാറിപ്പോയോ? അപ്പോഴാണ് ടീന അവിടേക്ക് വരുന്നത്. മോള്, നീ വന്നോ? നീ എവിടെയായിരുന്നു? എന്താ ഇത്ര വൈകിയത്? വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ? അതൊക്കെ ഇനി പിന്നെ ചോദിക്കാൻ ജെനി. ടൈമില്ല. ആ, ടൈമോള് വന്നല്ലോ. അപ്പോഴാണ് ജസ്റ്റിൻ അവിടേക്ക് നോക്കുന്നത്. അവന് അവളെ കണ്ടിട്ട് ഒരു ഫീലിങ്സും തോന്നിയില്ല. സാധാരണ ടയെ കാണുമ്പോൾ അവന്റെ ഹൃദയം അവൻ പോലും അറിയാതെ മിടിക്കുമായിരുന്നു. അവളുടെ നാച്ചുറൽ ഫ്രാഗ്രൻസ് അവനെ കൂടുതൽ അവളുമായി അടുപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവനാകെ കൺഫ്യൂഷനിലാണ്. അവന്റെ മുന്നിൽ നിൽക്കുന്നത് ടയ അല്ല എന്നൊരു തോന്നൽ. അവളുടെ ബോക്സി സ്മൈൽ ആൻഡ് ഹെയർ ഐസ്. അവളുടെ കണ്ണുകളിൽ അവൻ എപ്പോഴും അവനോടുള്ള സ്നേഹമാണ് കാണുന്നതെങ്കിൽ ഇന്ന് അവന് കാണാൻ സാധിക്കുന്നത് വെറും ലെസ്റ്റ് മാത്രമാണ്. ഇതൊന്നും പോരാതെ അവനെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നത് മെയിൻലി ഹെയർ ഫ്രാഗ്രൻസ്. ആ ഒരൊറ്റ കാരണം മതി അവൻ ഉറപ്പിക്കാൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് അവന്റെ ടയ അല്ല എന്ന്. ഇവനും തന്നെ ഇങ്ങനെ നോക്കുന്നേ. ഇനി ഇവന് മനസ്സിലായ ഞാൻ ടയ അല്ല എന്ന്. ഇതെങ്ങനെ മനസ്സിലാവാനാ? ഇല്ല, ഇനി വെറുതെ ആലോചിച്ച് കൂടുന്ന ടീന. ഇവനെങ്ങനെ മനസ്സിലാവാനാ?